എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 2 നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി ഹു റിസീവ്ഡ് ദ വിജ്ഞാൻ രത്ന ഫോർ ഹിസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് കൊടുക്കുന്ന അവാർഡ് വിജ്ഞാൻ രത്ന ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവേക്, ജി പത്മനാഭൻ, ജയന്ത് ബാലചന്ദ്ര, അന്നപൂർണി സുബ്രഹ്മണ്യം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജി പത്മനാഭനാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻസ് എന്നീ ഫീൽഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സ് നടത്തുന്നവർക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് ഓണറാണ് വിജ്ഞാൻ രത്ന അവാർഡ് എന്ന് പറയുന്നത്. 2024 ഇത് ലഭിച്ചത് ഗോവിന്ദരാജൻ പത്മനാഭനാണ്. അദ്ദേഹം ഒരു ബയോകെമിസ്റ്റാണ്. 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. Next question, UNESCO's Memory of the World MOW program has recently added Indian literary works in the 10th meeting of the Memory of the World Committee for Asia and Pacific held in Mongolia such as. അതായത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ഇന്ത്യൻ വർക്ക്സ് അവരുടെ 10th മീറ്റിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മംഗോളിയയിൽ വെച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത വർക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാംചരിതംസ, പഞ്ചതന്ത്രാസ, സഹൃദയ ലോകലോകന. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ 3 വർക്കുകളും ഇന്ത്യൻ ലിറ്റററി വർക്ക്സും അവരുടെ പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മംഗോളിയയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് അവരിത് ആഡ് ചെയ്തത്. ഇത് ആഡ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ കൾച്ചറൽ പ്രിസർവേഷനുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റിച്ച് ലിറ്റററി ഹെറിറ്റേജുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആർ എക്സാമ്പിൾസ് ഫോർ ജോയിൻറ്റ് GI ടാഗ് പ്രോഡക്ട്സ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ജോയിൻറ്റ് GI ടാഗ് പ്രോഡക്ട്സ് ഓഫ് സ്റ്റേറ്റിന് എക്സാമ്പിളായിട്ട് വരുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർണാടക ആൻഡ് കേരള, മൺസൂൺ മലബാർ റോബസ്റ്റ് കോഫി, മൺസൂൺ മലബാർ അറബിക്ക കോഫി, ആസാം ആൻഡ് മേഘാലയ ചഖോ, പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന പോക്രാൻ പോട്രി. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. കർണാടക കേരളയുടെ മൺസൂൺ മലബാർ റോബസ്റ്റ കോഫിയും അതുപോലെ തന്നെ മൺസൂൺ മലബാർ അറബിക് കോഫിയാണ്. മൺസൂൺ മലബാർ റോബസ്റ്റ കോഫി, മൺസൂൺ മലബാർ അറബിക്ക കോഫിയൊക്കെ ജോയിൻറ്റ് ജിയോഗ്രഫിക്കൽ ഇൻഡക്ഷൻ GI ടാഗ്സ് കിട്ടിയ ഇന്ത്യയിലെ പ്രോഡക്റ്റ്സ് ആണ്. ഈ GI ടാഗ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒതൻറ്റിസിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് ഓഫ് ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ വിത്ത് ദ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ കുറച്ച് ഫോക്ക് ഡാൻസും അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റും ഉണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധി ദാമൽ ഗുജറാത്ത്, ജിഹ ബീഹാർ, ദാന്തിയ രാസ ആസാം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് സിന്ധി ദമൽ ഗുജറാത്തും ജിഹ ബീഹാറിലെയാണ്. അതായത് ഓരോ ഫോക്ക് ഡാൻസ് അവരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്, പിന്നെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ത്യയിൽ ഇവരുടെയൊക്കെ പേര് നമ്മൾ പഠിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ആർട്ടിസ്റ്റ് അത് ഏത് ആർട്ട് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ദാന്തിയ റാസ് എന്ന് പറഞ്ഞ ഫോക്ക് ഡാൻസ് ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിലാണ്. ഇത് നമ്മൾ നവരാത്രി ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയത്. സിദ്ധി ദമാൽ ഗുജറാത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡാൻസാണ്. ഇത് സിദ്ധി കമ്മ്യൂണിറ്റിയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ജിജിയ ഡാൻസ് ഒറിജിനേറ്റ് ചെയ്ത് ബീഹാറിലാണ്. ഇത് മിഥില റീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ ലൊക്കേഷൻ ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയാണ്. ലിസ്റ്റ് 2 അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൊൽക്കത്ത, ഡെറാഡൂൺ എന്നിവയാണ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാംഗ്ലൂരിൽ. അത് 1974 എസ്റ്റാബ്ലിഷ് ചെയ്തത്.
ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISU എ പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് കൊൽക്കത്തയിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിന് ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവയിലൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇത് 1931 ഫൗണ്ട് ചെയ്തത്. ദ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI എന്ന് പറയുന്നത് ഫോറസ്ട്രി റിസർച്ചിനും എഡ്യൂക്കേഷനും വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 1906 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്. വിക്രം സാരാഭായി ആണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഫൗണ്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is responsible for maintaining the osmotic pressure in blood? ബ്ലഡിൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ്, ഫൈബ്രനോജൻ, ആൽബുമിൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ആൽബുമിനാണ്. ആൽബുമിനാണ് ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്ലഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈമറി പ്ലാസ്മ പ്രോട്ടീനാണ്. അതായത് ഫ്ലൂയിഡ്സിൻ്റെ, അതായത് ബിറ്റ്വീൻ ദ ബ്ലഡ് വെസൽസിൻ്റെ ടിഷ്യൂവിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് റെഗുലേറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനം നടത്തുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിനും അതുപോലെ തന്നെ വൂണ്ട് ഹീലിങ്ങിനുമാണ് ക്രൂഷ്യൽ റോളായിട്ട് പ്രവർത്തിക്കുന്നത്. RBC ആണ് ബോഡിയിൽ ഓക്സിജൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഫൈബ്രനോജനും ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. MS Excel മേക്സ് വർക്ക് ബുക്ക് ആൻഡ് ഈച്ച് വർക്ക് ബുക്ക് കണ്ടെയ്ൻ മോർ വർക്ക്ഷീറ്റ്സ് to a worksheet in MS Excel 2000 package has a maximum of 256 columns and 65536 rows. Columns are identified by a number and rows are identified by a letter. Cells are identified by the column letter and the row number. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ C ആണ്. അതായത് MS Excel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബുക്ക് മേക്ക് ചെയ്യാനാണ്. ഓരോ വർക്ക് ബുക്കിൻ്റെ അകത്തും ഒത്തിരി വർക്ക് ഷീറ്റുകളുണ്ട്. വർക്ക് ഷീറ്റിൽ MS Excel 2000 പാക്കേജാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് 256 കോളംസും അതുപോലെ തന്നെ 65536 റോസും ഉണ്ട്. ഇനി സെൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോളം ലെറ്ററും റോ നമ്പറും യൂസ് ചെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് 3ൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളംസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ എ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും കോളംസ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും റോസാണ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടും. അത് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൺ ഇൻ ചെന്നൈ, ഫോമർ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ, ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഫോമർ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ടു ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ, പത്മവിഭൂഷൺ അവാർഡി, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. അതായത് ചെന്നൈയിൽ ജനിച്ചു, ഫോമർ ആയിട്ടുള്ള ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്നു, ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ആയിരുന്നു, പത്മവിഭൂഷൺ അവാർഡിയാണ്. ഇത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MK നാരായൺ, GN ദീക്ഷിത്, ശിവശങ്കർ മേനോൻ, PC അലക്സാണ്ടർ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, GN ദീക്ഷിത് ആണ്. MK നാരായൺ ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ശിവശങ്കർ മേനോൻ ഫോമർ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയിരുന്നു. PC അലക്സാണ്ടർ ഫോമർ ഗവർണർ ഓഫ് തമിഴ്നാടു ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ അറൈവൽ ഓഫ് ഫോളോയിങ് യൂറോപ്യൻ പവേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ, ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ്. അതായത് ഈ യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലോട്ട് അധിനിവേശത്തിന് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ക്രൊണോളജി അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഡാനിഷ്. ഇവിടെ ആൻസർ എയും ഡിയും വരുന്നുണ്ട്. പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഡച്ച്. ഇവിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1595 വന്നു. അതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അതിനുശേഷം പിന്നെയും ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 വന്നു. അതിനുശേഷം പിന്നെ ഫ്രഞ്ച് 1664 വരുവാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ 2 ഓപ്ഷൻ ശരിയായിട്ട് വന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ മേജർ ട്രൈബൽ പോപ്പുലേഷൻ ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ട്രൈബൽ പോപ്പുലേഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഗോൺസ് ആൻഡ് ബിഹിൽസ് എന്ന് പറയുന്നത് 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഇന്ത്യയിലെ. ഇത് ബിഹിൽസ് വെസ്റ്റേൺ ഇന്ത്യൻ സ്റ്റേറ്റ് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശിലാണ്. ഗോൺസ് പർട്ടിക്കുലറായിട്ട് വരുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ പാർട്സ് ഓഫ് ഒഡീഷയിലൊക്കെയാണ്. സന്തൽസ് ജാർഖണ്ഡിലെയാണ്
ലാർജസ്റ്റ് ട്രൈബായിട്ട് വരുന്നത്. ചെഞ്ചൂസ് ട്രൈബൽ കമ്മ്യൂണിറ്റി പ്രൈമർലി ഫൗണ്ട് ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ തെലങ്കാന, കർണാടക, ഒഡീഷയിൽ ഇവരെ കാണപ്പെടുന്നുണ്ട്. കോൺസ് അതായത് കുയി എന്നറിയപ്പെടുന്ന ട്രൈബൽസ് ഒഡീഷയിലാണ് കാണപ്പെടുന്നത്. ഒരേൺ ട്രൈബ് മെയിനായിട്ട് കാണപ്പെടുന്നത് ജാർഖണ്ഡിലാണ്. ഒഡീഷയിൽ, വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് കാണപ്പെടുന്നത്. നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്